السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولم يروا أن الله يبسط الرزق لمن يشاء ويقدر إن في ذلك لآيات لقوم يؤمنون. فآت ذا القربى حقه والمسكين وابن السبيل ذلك خير للذين يريدون وجه الله وأولئك هم المفلحون. وما آتيتم من ربا ليربو في أموال الناس فلا يربو عند الله وما آتيتم من زكاة تريدون وجه الله فأولئك هم المضعفون. الله الذي خلقكم ثم رزقكم ثم يميتكم ثم يحييكم هل من شركائكم من يفعل ذلك من شيء سبحانه وتعالى عما يشركون. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് പറഞ്ഞു വന്നിരുന്നത്. സൂറത്തു റൂമിലെ 17 മുതൽ 27 വരെയുള്ള ആയത്തുകൾ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസം അത് സൂചിപ്പിച്ചിരുന്നു. 17 മുതൽ 27 വരെയുള്ള അള്ളാഹു വിവരിച്ച ഒമിൻ ആയാത്തിഹി, അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിവരിച്ച കാര്യങ്ങൾ. അതിൽ ഈ ഭൂമിയുടെ സൃഷ്ടിപ്പ്, പ്രപഞ്ചത്തിലുള്ള പല അത്ഭുത കാര്യങ്ങളും, അള്ളാഹു മനുഷ്യനു വേണ്ടി ഒരുക്കിത്തന്ന കപ്പൽ, കടൽ, മഴ, സസ്യലതാദികൾ, മനുഷ്യൻ്റെ ഭാഷാവൈവിധ്യം, മനുഷ്യൻ്റെ നിറവൈവിധ്യങ്ങൾ, വർഗവൈവിധ്യങ്ങൾ, ഇതൊക്കെ മനുഷ്യന് മാറ്റാൻ പറ്റുന്നതോ കാലം എത്ര പുരോഗമിച്ചാലും അറിവ് എത്ര വർദ്ധിച്ചാലും മനുഷ്യന് ഇടപെടാൻ കഴിയാത്ത അള്ളാഹു മാത്രം ഇടപെടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ പ്രകീർത്തിക്കാനും അള്ളാഹുവിനെ സ്തുതിക്കാനും മനുഷ്യന്മാർക്ക് ഒരു നിലക്കും മാറി നിൽക്കേണ്ടതില്ല. അല്ലെങ്കിൽ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നതിൽ നിന്ന് മാറാൻ ഒരു ന്യായീകരണവും മനുഷ്യനില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു തരാൻ മനുഷ്യന് കഴിവുണ്ടെങ്കിൽ എന്നാൽ പിന്നെ അള്ളാഹിനേക്കാളും വലിയ ആൾ മനുഷ്യന്മാരാന്ന് പറയാമായിരുന്നു. അതല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ തുടർന്നുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു അള്ളാഹുവിനെ വിട്ട് അള്ളാഹു അല്ലാത്തവരെ
അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവർ നന്മ പ്രതീക്ഷിക്കുക, ഉപദ്രവം തടയാൻ പ്രതീക്ഷിക്കുക, അതൊക്കെ വലിയ വിഡ്ഢിത്തമാണ്. അത് പാടില്ല. അള്ളാഹുവിലേക്ക് വരണം എന്ന തൗഹീദിലേക്ക് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് അള്ളാഹു കഴിഞ്ഞ ആയത്തുകളിൽ പഠിപ്പിച്ചത്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇനിയുള്ളത്. മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന കാര്യം 36-ാമത്തെ ആയത്തിൽ പറഞ്ഞ് എന്താണ്? വഇദാ അദഖ്നൽനാസ റഹ്മത്തൻ ഫരിഹൂ ബിഹാ. അല്ലാഹു തആല നമുക്ക് വല്ല റഹ്മത്തും ആസ്വദിപ്പിച്ചാൽ, പഠിച്ചോൻ വല്ലതും തന്നെങ്കിൽ നമ്മൾ സന്തോഷിക്കും. അല്ലാതെ നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി ആ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങളെ സമ്പാദിക്കാൻ നമുക്ക് കഴിയില്ല. പഠിച്ചോൻ അനുഗ്രഹിച്ച് തന്നാൽ ഫരിഹൂ ബിഹാ വൈൻ തുസിബുഹും സയ്യിഅത്തും ബിമാ ഖദ്ദമത് ഐദീഹിം. മനുഷ്യരുടെ കൈകൾ മുൻകൂട്ടി ചെയ്ത കാരണത്താൽ വല്ല അബദ്ധങ്ങളോ അല്ല സയ്യിഅത്ത് തിന്മയും മനുഷ്യനെ ബാധിച്ചാലോ, അപ്പം തിന്മ ബാധിക്കുന്നത് അള്ളാഹു ലാലിമല്ല, അള്ളാഹു ആദിലാണ്. അപ്പം നമുക്ക് രോഗം വരുന്നതോ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്നതോ ഒന്നുകിൽ മനുഷ്യനെ പരീക്ഷിക്കാൻ, അവൻ്റെ ക്ഷമയും അവൻ്റെ അള്ളാഹുവിനോടുള്ള ആ എത്രമാത്രം അള്ളാഹുവിന് അവന് വിധേയപ്പെടും എന്ന് പരീക്ഷിക്കാനാണ് തിന്മകൾ, അള്ളാഹു താല രോഗങ്ങളും മറ്റുമായിട്ടുള്ള തിന്മകൾ നൽകുന്നത്. അതുകൊണ്ടാണ് അമ്പിയാക്കന്മാർക്ക്, അയ്യൂബ് നബി അലൈഹി സ്വലാം പോലെയുള്ള അമ്പിയാക്കന്മാർക്ക് ഒരുപാട് രോഗങ്ങളും പ്രയാസങ്ങളും ഉണ്ടായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണം വരെ ഒരു നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല, അത്രയും ദാരിദ്ര്യത്തിലാണ് ജീവിച്ചത് എന്നാണ് പറയുന്നത്. പിന്നെ ഭയപ്പാടുകൾ, ശത്രുഭയം, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ഭയപ്പാടുകളും പ്രയാസങ്ങളും, അതൊക്കെ മുസ്ലിങ്ങൾക്ക് അല്ലാഹു തആല നൽകിയത് അവരുടെ ഈമാനിനെ പരീക്ഷിക്കാനാണ്. ശരിക്കും ശക്തിയായി മേടിയാലേ ലോഹങ്ങൾ വെളുക്കുകയുള്ളൂ, തെളിയുകയുള്ളൂ. അതുപോലെ വിശ്വാസത്തിന് നേരെ ശക്തമായി അള്ളാഹുവിൻ്റെ പരീക്ഷണം വരുമ്പോൾ അതിൽ നിന്നെല്ലാം മനുഷ്യൻ പാഠം പഠിച്ചുകൊണ്ട് അതിജീവിച്ച് ദൃഢമായ ഈമാൻ ഉൾക്കൊള്ളും. അതാണ് പരീക്ഷണത്തിൻ്റെ മനുഷ്യന് ദോഷമായി വരുന്ന ഒരു കാര്യം. രണ്ടാമത്, നമ്മൾ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഫലമായി നമുക്ക് ദോഷങ്ങൾ ഉണ്ടാകും. അതൊരു പൊതു കാര്യമാണ്. ഈ താഴെ ആയത്തിൽ വരുന്നുണ്ടത്, സൂറത്ത് റൂമിൽ തന്നെയാണ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിൽ നാസ്. കടലിലും കരയിലും എല്ലാ തരത്തിലുള്ള നാശങ്ങളും, ഫസാദ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ശരിക്കുള്ള എല്ലാ രംഗത്തുമുള്ള അപജയങ്ങൾ, അത് വരുന്നത് വിശ്വാസരംഗത്താവട്ടെ, മനുഷ്യൻ്റെ ബന്ധങ്ങളിലാവട്ടെ, നാട്ടിലുള്ള കലഹങ്ങളോ മറ്റുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ കാലക്കെടുതികൾ എന്ന് പറയുന്ന ആപത്തുകൾ, മുസീബത്തുകൾ, ക്ഷാമം, ഇതൊക്കെ വരുന്നത് മനുഷ്യൻ്റെ പ്രവർത്തന ഫലമാണ്. അല്ലാഹു വമാ ലലമഹുമുല്ലാഹു വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. അള്ളാഹു ആരെയും ആക്രമിക്കുകയില്ല, അവർ അവരെ തന്നെ ആക്രമിക്കുകയാണ്. നമ്മൾ അക്രമം ചെയ്താൽ അക്രമത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന അക്രമം നമുക്കെതിരിൽ നാം തന്നെ ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ ആ ജാതി കാര്യങ്ങളാണ് അല്ലാഹു ഇദാ അദഖ്നന്നാസ റഹ്മത്തൻ. മനുഷ്യനെത്രേ കഴിയുള്ളൂ. നമ്മളെന്തേലും പഠിച്ചോനെന്തേലും തന്നാൽ നമുക്ക് അത് ഉപയോഗിച്ച് അനുഭവിച്ച് സന്തോഷിക്കാം. എന്നാലോ നമ്മൾ ചെയ്ത ഫലമായിട്ട് നമുക്ക് സയ്യിഅത്താണ് അല്ലാഹു തരുന്നതെങ്കിലോ ഇദാഹും യഖ്നത്തൂൻ, നമ്മൾ നിരാശരായി ഇരിക്കല്ലാതെ വേറൊരു മാർഗവുമില്ല. ഇനി അവലം യറൗ അന്നല്ലാഹ യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാ. അവലം യറൗ, അവർ കാണുന്നില്ലയോ? അവ എല്ലാ കാലവും കാണുന്ന ഒരു പ്രതിഭാസം, മനുഷ്യനുള്ള കാലത്തോളം അവന് കാണാവുന്ന ഒരു പ്രതിഭാസമാണ് പറയുന്നത്. അവലം യറൗ എന്താണ്? അന്നല്ലാഹ യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാ. അള്ളാഹു അവൻ്റെ റിസ്ഖ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് വിശാലമാക്കി കൊടുക്കുന്നു. ബസത്ത എന്ന് പറഞ്ഞാൽ വിരിച്ചു, വിശാലമാക്കി എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, റിസ്ഖ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കൽ ആഹാരം എന്നാണ്. അള്ളാഹു ആഹാരം മാത്രമല്ല റിസ്ഖ്. റിസ്ഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകുന്ന ദാനം എന്നാണ്. റിസ്ഖ് അള്ളാഹുവിൻ്റെ ദാനം എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദാനം എന്ന് പറയുന്നത് ആഹാരമായിട്ടും വസ്ത്രമായിട്ടും അതുപോലെ മറ്റു ജീവിത സൗകര്യങ്ങൾ, അതൊക്കെ തന്നെ റിസ്ഖിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അള്ളാഹു തആല
ഭൗതികമായ സുഖഭോഗങ്ങളായിട്ടുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അത് അള്ളാഹു താല വിശാലമാക്കി കൊടുക്കുന്നു. ആർക്ക്? ലിമൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. ഓ യഖ്ദിറു, അവൻ ചുരുക്കി കൊടുക്കുകയും ചെയ്യുന്നു. ഖദറ എന്ന് പറഞ്ഞാൽ നിർണയിച്ചു എന്നർത്ഥമുണ്ട്. അതാണ് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, നിർണയത്തിൻ്റെ രാത്രി എന്നൊരർത്ഥം. പിന്നെ ഖദറുള്ള, അള്ളാഹുവിൻ്റെ വിധി എന്നൊരർത്ഥത്തിൽ, അള്ളാഹുവിൻ്റെ നിർണയം എന്ന അർത്ഥത്തിൽ ഖദറുണ്ട്. ചുരുക്കുക എന്നുള്ള അർത്ഥത്തിലും ഖദറുണ്ട്. അപ്പോൾ യഖ്ദിറു, അള്ളാഹു ചില ആളുകൾക്ക്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് റിസ്ക് വിശാലമാക്കി കൊടുക്കുന്നു. ചില ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ദാനം ചുരുക്കി കൊടുക്കുന്നു. ഇപ്പോൾ സ്വർഗം അള്ളാഹു കൊടുക്കുന്നു, അത് വിശ്വാസികൾക്ക്. ശിക്ഷ കൊടുക്കുന്നു അവിശ്വാസികൾക്ക്. എന്നാൽ അള്ളാഹു നൽകുന്ന റിസ്ക്, ഭക്ഷണമാവട്ടെ മറ്റു വസ്തുക്കളാവട്ടെ, അത് വിശ്വാസികളെന്നോ അവിശ്വാസികളെന്നോ വ്യത്യാസമില്ല. അത് ചിലപ്പോൾ വിശ്വാസികൾക്കായിരിക്കും അള്ളാഹു താല റിസ്ക് കൊടുക്കുന്നത്, ചിലപ്പോൾ അവിശ്വാസികൾക്കായിരിക്കും. അത് മനുഷ്യന് കാണുന്നില്ലേന്ന്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ റിസ്ക് വിശാലമാക്കി കൊടുക്കുന്നു. ഓ യഖ്ദിർ, അവൻ ചുരുക്കി കൊടുക്കുകയും ചെയ്യുന്നു. ലിമൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. അപ്പം ചില ആളുകൾക്ക് റിസ്ക്കും സൗകര്യങ്ങളും കൂടുതൽ കൊടുക്കുന്നു, ചില ആളുകൾക്ക് ചുരുക്കി കൊടുക്കുന്നു. നമുക്ക് വിശ്വാസിയാണെങ്കിൽ അള്ളാഹു റിസ്ക്കും സൗകര്യങ്ങൾ, റിസ്ക്കാവുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ ദാനം, അള്ളാഹുവിൻ്റെ ദാനങ്ങൾ തന്നാൽ അവൻ നന്ദി ചെയ്യും, അപ്പോൾ അത് അവന് ഗുണമായിരിക്കും. എന്നാലോ ചുരുക്കിയിട്ടുണ്ടെങ്കിൽ അവൻ ക്ഷമിക്കും. അജബല്ലി അംരിൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വചനം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. സത്യവിശ്വാസി, നമ്മളെ കാര്യം വലിയ അത്ഭുതം തന്നെയാണ്. അതായത് നമുക്ക് പഠിച്ചോ ഒന്നും തന്നില്ലെങ്കിലും നമുക്ക് മെച്ചമാണ്, തന്നാലും മെച്ചമാണ്. എന്താണ് തന്നിയില്ലെങ്കിലുള്ള മെച്ചം എന്ന് പറയുകയാണെങ്കിൽ, നമ്മളൊക്കെ ദാരിദ്ര്യവും കഷ്ടപ്പാടും രോഗമൊക്കെ ആണെങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ പേരിൽ ക്ഷമിക്കും. ക്ഷമിക്കുമ്പോൾ നമുക്ക് ഓരോ ദാരിദ്ര്യങ്ങളും കഷ്ടപ്പാടുകളും നമുക്ക് പ്രതിഫലം കൂട്ടിത്തരുകയാണ് ചെയ്യുക. അതാണ് അജ്ബല്ലി അംരിൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ കാര്യം വളരെ അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവൻ്റെ എല്ലാ കാര്യങ്ങളും അവന് നന്നായിട്ടാണ് ഭാവിക്കുക. ഇൻ അസാബഹു സറാ ഇൻ അസാബത്തുഹു സറാഉ, വിശ്വാസിക്ക് സന്തോഷകരമായ കാര്യം ബാധിക്കുകയാണെങ്കിൽ ശക്കറ, അവൻ നന്ദി ചെയ്യും. അപ്പോൾ നമുക്ക് സമ്പത്തും സൗകര്യങ്ങളൊക്കെ കിട്ടിയാൽ അതിന് നമ്മൾ ദാനധർമ്മം കൊടുക്കും, പഠിച്ചവൻ നന്ദി ചെയ്യും. നമ്മൾ നല്ല ഭക്ഷണം കഴിക്കും, നമ്മളെ കുട്ടികൾക്ക് സന്തോഷകരമായ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ നന്ദി ചെയ്യും തോറും സക്കാത്തും സദക്കയും കൊടുക്കും. അപ്പോൾ നമുക്ക് സമ്പന്നന്മാർക്ക് കൂടുതൽ സമ്പത്ത് പരലോകത്തും കൂടെയുള്ളൂ, അതായത് കൂടുതൽ അനുഗ്രഹങ്ങൾ. വൈ നസാബഹു ലറാവു, എന്നാൽ കഷ്ടപ്പെട്ട് ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് ഇഹലോകത്ത് കുറച്ച് കുറഞ്ഞാലും സബറ, അവൻ ക്ഷമിക്കും. ഇന്നല്ലാഹ മഅ സ്വാബിരീൻ, അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. അപ്പോൾ രണ്ടും ഗുണം. എന്നാൽ അവിശ്വാസികൾക്കോ അള്ളാഹു താല റിസ്ക് കൂടുതലായി കൊടുത്താൽ നന്ദികേട് കാണിക്കും. അപ്പോൾ ദുനിയാവിൽ കുറേ സൗകര്യങ്ങൾ കിട്ടിയാലും പിന്നീടത് നാശമായി ഭവിക്കും. അതാണ് ഇബ്രാഹിം ഇബ്നുൽ അദ്ഹമിൻ്റെ അടുക്കൽ ഒരു സാധുവായ മനുഷ്യൻ വന്ന ചരിത്രമുണ്ട്. ഇതിൽ ഇബ്രാഹിമുൽ അദ്ഹം എന്ന് പറയുന്നത് ഒരു സാഹിദായിട്ടുള്ള, എല്ലാ ജീവിത സുഖങ്ങളും നിന്നും മുക്തമായി ആരാധനയിൽ മുഴുകിയിരുന്ന ഒരു അറിയപ്പെട്ട വ്യക്തിയാണ് ഇബ്രാഹിം ഇബ്നുൽ അദ്ഹം. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ വളരെ ദുഃഖിതനായി വന്നിട്ട് പറഞ്ഞു അത്രേ, എനിക്ക് റിസ്ക്കൊന്നുമില്ല, ഞാൻ വളരെ വേദനയും നിരാശയിലുമാണ്. കാരണം ഭക്ഷണമൊന്നുമില്ല, വസ്ത്രമില്ല, ജീവിക്കാൻ വകയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അത്രേ ഇയാളോട്, എനിക്ക് ഭക്ഷണം ഇല്ലാത്തല്ലേ കുഴപ്പം, വസ്ത്രമില്ല അല്ലേ, കണ്ണില്ല, എനിക്ക് കണ്ണ് 1,00,000 ദീനാറ് തരാം, എൻ്റെ കണ്ണ് കണ്ട് തരുമോ? 1,00,000 ദീനാറ് തരാം, ആ കണ്ണ് കണ്ട് ചൂന്നെടുക്കാൻ ഞാൻ. അത് തരില്ല. കാലില്ല, എനിക്ക് 1,00,000 ദീനാറ് തരാം, ആ കാലുകൊണ്ട് തരുമോ? 2 കാലിന് 2,00,000 തരാം, 2 കയ്യിന് 2 തരാം, 2 ചെവിക്ക് 2,00,000 തരാം. അപ്പം എത്ര ലക്ഷം ദീനാർ എൻ്റെ മുതലുണ്ട് എൻ്റെ കയ്യിൽ? ഇതൊക്കെ പഠിച്ചോൻ തന്നിട്ടും ഭക്ഷണം ഇല്ല എന്നുള്ളതല്ലേ. ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് ഇനി മരിച്ചിട്ടൊന്നുമില്ലല്ലോ, വിചാരിച്ച മാതിരി തിന്നാൻ കഴിയണില്ല എന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അത്രേ, അള്ളാഹു എനിക്ക് നൽകിയ നിഅമത്ത് ഇപ്പോഴാണ്
ഞാൻ അനുഭവിച്ചത്. അപ്പം നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് റിസ്ക്കില്ല, നമുക്കില്ല, കൊല്ലം വളവ് തീരില്ല, ഈ കുറി കച്ചവടം മറ്റേ മോശമാണ്, ഈ പ്രാവശ്യം നമുക്ക് ടി എട്ടിയില്ല, ശമ്പളത്തിൻ്റെ അരിയർ കിട്ടാണ്ട് സർക്കാർ അത് തരണില്ല. ഇതൊക്കെയാണ് പെൻഷൻകാരായ ഞങ്ങളുടെയൊക്കെ ഒരു വലിയ പ്രശ്നം. എന്താ വെച്ചാൽ നമുക്ക് കേന്ദ്ര പാരിറ്റിയിൽ കേന്ദ്ര ഗവൺമെൻറ് അത്ര കൊടുത്തു, 3 ശമ്പള പരിഷ്കരണം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതാണ് ഉദ്യോഗസ്ഥന്മാർക്ക് നമുക്ക് ഈ ശമ്പള പരിഷ്കരണത്തിൻ്റെ സമയമായിട്ടില്ല. കർഷകന്മാർക്ക് ഇക്കുറി നെല്ലില്ല, കച്ചവടക്കാർക്ക് കച്ചവടപ്പം ഒറ്റ മോശമാണ്. ഒക്കെ റിസ്ക് കുറഞ്ഞു എന്ന കാര്യത്തിലാണ്. പക്ഷെ നമ്മൾ നോക്കേണ്ടത് പഠിച്ചോ നമുക്ക് എന്തെല്ലാം വേറെ റിസ്ക് തന്നിട്ടുണ്ട്. അതാ പറഞ്ഞത്, റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല. ആർക്കാ ഭക്ഷണം വേണ്ടത്? ഭക്ഷണം ഉള്ളവർക്ക് പോലും അത് വേണ്ടല്ലോ. അപ്പം റിസ്ക് എന്ന് പറയുന്നത് അല്ലാഹു തആല നമ്മൾ അറിയാതെ അർ-റിസ്ഖു ഇല്ലം തത്ലുബുഹു യത്ലുബുക, നിന്റെ റിസ്ക്കിന് നീ തേടി പോയിട്ടില്ലെങ്കിലും റിസ്ക് നിന്നെ തേടി കൊണ്ടുവരും. ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് തോന്നുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ കഥയുണ്ട് ഈ റിസ്ക് പറഞ്ഞെടുത്ത്. ഫബ്തഗൂ ഇൻദല്ലാഹി റിസ്ഖ, നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ റിസ്ക് തേടുക എന്ന് ഖുർആനിലുണ്ട്. ഒമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ, ഭൂമിയിൽ അള്ള റിസ്ക് ഏറ്റെടുക്കാത്ത ഒരു മൃഗവുമില്ല, ഒരു ജീവിയുമില്ല. മനുഷ്യനും അടക്കമുള്ള ജീവികളും മൃഗങ്ങളൊന്നും അവരുടെ ഒന്നും റിസ്ക് അള്ള ഏറ്റെടുത്തിട്ടില്ല, അള്ള ഏറ്റെടുക്കാതിരുന്നിട്ടില്ല. അവനല്ല, ഈ മനുഷ്യനല്ലാത്ത എല്ലാവരും അവൻ്റെ റിസ്ക്കിന് വേണ്ടി ഇത്രയധികം ബേജാറായി കഷ്ടപ്പെട്ടിട്ടില്ല. മനുഷ്യൻ മാത്രമാണ് നേരം വെളുത്ത റിസ്ക്കിന് വേണ്ടി കഷ്ടപ്പെട്ട് ഓടി കൊല്ലങ്ങളോളം ജീവിതം റിസ്ക് തേടാൻ വേണ്ടി ഗൾഫിലായിട്ടും മറ്റു പണിശാലകളിലായിട്ടും കാലാകാലം റിസ്ക്കിന് വേണ്ടി മാത്രം, അതായത് നല്ല വീടും നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും കുട്ടികൾക്കുള്ള സൗകര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ജീവിതം മുഴുവനും നമ്മൾ അധ്വാനിക്കണം റിസ്ക്കിന് വേണ്ടി. അത് വേണ്ടാന്നല്ല, റിസ്ക് തേടണം, റിസ്ക്കിന് വേണ്ടി നമ്മൾ അധ്വാനിക്കണം. പക്ഷേ അള്ളാഹുവിനെ മറന്നുകൊണ്ട് അധ്വാനിച്ചുകൂടാ. റിസ്ക് അള്ളാഹു കൊണ്ട് തരുന്ന, റിസ്ക് അള്ളാഹു നമുക്ക് നൽകും. അതിനാണ് അദ്ദേഹം പറയുന്ന ഒരു കഥ എന്താന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ, അദ്ദേഹം തന്നെ പറയാം, ഞാൻ മാംസത്തിന് ആഗ്രഹിച്ചു, നല്ല മാംസം കിട്ടാൻ. അങ്ങനെ ഒരു ദിവസം എനിക്ക് നല്ല മാംസം കിട്ടി. ഞാനത് എൻ്റെ കുടുംബത്തിനോട് നന്നായി വേവിച്ച് ഉഷാറാക്കി വെക്കാൻ പറഞ്ഞു. അവരത് വേവിച്ച് ഭംഗിയാക്കി വച്ചു. ഭക്ഷണത്തിൻ്റെ നേരാകുമ്പോൾ തിന്നാലോ എന്ന് വിചാരിച്ച് ചെന്ന് നോക്കുമ്പോൾ മാംസത്തിൻ്റെ ഒരു കഷ്ണം മാംസം ചുട്ടതാണ്. ആ ചുട്ട മാംസം ഇട്ട് പൂച്ച തീറ്റുപോയി. നമ്മളെ റിസ്ക് പോയി എന്നർത്ഥം പോലെ കിട്ടി. പൂച്ച അതും കൊണ്ട് പോയിട്ട് അദ്ദേഹം പൂച്ചൻ്റെ പിന്നാലെ ഓടി. അപ്പോൾ വീട്ടിൻ്റെ പുറത്തുള്ള ഒരു വിജനമായ സ്ഥലത്ത് ഒരു കാട്ടിലേക്ക് പൂച്ച ഈ എൻ്റെ റിസ്ക്കുമായിട്ട് ഓടിച്ചെന്നു. അപ്പോൾ പൂച്ചനെ പിന്നാലെ ഞാൻ തുടർന്നപ്പോൾ പൂച്ച ഒരു മാളത്തിൻ്റെ അടുത്ത്, ഒരു കല്ലുകൾ കൂട്ടിയിട്ട മാളത്തിൻ്റെ അടുത്ത് പൂച്ച ചെന്നിട്ട് ആ മാംസക്കഷ്ണം അവിടെ വെച്ച് ഒരു അട്ടഹാസം വട്ടാസിച്ച് അത് തിരിച്ച് ഓടിച്ചെന്നു. അപ്പോൾ മാളത്തിൻ്റെ ഉള്ളിൽ നിന്നൊരു ജന്തു വന്നിട്ട് അത് കടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് പോയി. ഇപ്പോൾ പൂച്ചൻ്റെ റിസ്ക്കും പോയി, എൻ്റെ റിസ്ക്കും പോയി. അറിയാതെ മാളത്തിനുള്ളിൽ കിടക്കുന്ന ജീവിക്ക് റിസ്ക് കിട്ടി. ഇത് കണ്ടപ്പോൾ എനിക്കിങ്ങനെ ഓർമ്മ വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹദീസും ഖുർആനൊന്നുമല്ല, ഈ ഒമാവിന്ദാബത്തിൻ എന്നുള്ളതിനെ വിശദീകരിച്ച് കണ്ടത്. ഇത് കണ്ടപ്പോൾ ഓർമ്മ എന്താണെന്ന് പറഞ്ഞാൽ, മാംസം ചുട്ട ഒരാൾ, അത് തിന്നാൻ ആഗ്രഹിച്ച് കാത്തിരുന്ന ഒരാൾ, ആൾക്ക് കിട്ടിയില്ല. പിന്നെ അത് കട്ടെടുത്ത് കൊണ്ടുപോയ പൂച്ച, അതിനും കിട്ടിയില്ല. പിന്നെ മാളത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആളിനാണ് അള്ളാഹ് റിസ്ക് ഏകിയതെന്ന്. അപ്പോൾ മനുഷ്യൻ്റെ റിസ്ക്, അള്ളാഹ് നൽകുന്ന റിസ്ക് ആഹാരമായാലും മറ്റെന്തായാലും അല്ലാഹു തആല അത് വിചാരിച്ച ആളുകൾക്ക് എത്തിക്കും. പക്ഷെ നമ്മൾ അധ്വാനിക്കണം, നമ്മൾ പ്രവർത്തിക്കണം. അപ്പോൾ ആ പ്രവർത്തനം അള്ളാഹുവിങ്കൽ നിന്ന് നമുക്ക് ആ പ്രവർത്തിക്കുമ്പോൾ റിസ്ക് തരുമ്പോൾ അതിന് നമ്മൾ നന്ദി ചെയ്യുമ്പോഴാണ് ആ റിസ്ക്കിൻ്റെ വില നമ്മൾ അറിയാം. അപ്പോൾ ഇവിടെ അതാണ്, അല്ലാഹു തആല റിസ്ക് വിശാലമായി കൊടുക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ചുരുക്കി കൊടുക്കുകയും ചെയ്യുന്നു. ഇതിൽ ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ആളുകൾക്ക് ധാരാളം ദൃഷ്ടാന്തമുണ്ട്. ആ ദൃഷ്ടാന്തം ഇതൊക്കെ തന്നെയാണ്. നമുക്ക് അല്ലാഹു നൽകിയ റിസ്ക് ഒന്നല്ലെങ്കിൽ ഒന്ന് എത്രയോ വലിയതാണ്.
അപ്പോൾ അതിൽ നമ്മൾ നന്ദി ചെയ്ത് ജീവിക്കണം. ഇനി മറ്റൊരു ദൃഷ്ടാന്തം, റിസ്ക് തീരെയും കിട്ടാതെ കഷ്ടപ്പെടുന്ന ആളുകളെയും അള്ളാഹു തആല ഉന്നതന്മാരാക്കി ഉയർത്തിയത് നമുക്ക് കാണാം. ഇപ്പം നബിയും സഹാബത്തും ഒക്കെ തന്നെ ഇൻകുന്ന ലനൻതളിറു മിനൽ ഹിലാൽ സുമ്മൽ ഹിലാൽ സുമ്മൽ ഹിലാൽ ഉമാ ഊഖിദ ഫി അബിയാത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നാറുൻ ഖത്തു വഇൻദഹു ലതിസ്ഉ നിസ്വ. ഞങ്ങൾ ആയിഷ റളിയല്ലാഹു പറയാണ്, ഒരു ചന്ദ്രക്കല, രണ്ടാമത്തെ ചന്ദ്രക്കല, മൂന്നാമത്തെ ചന്ദ്രക്കല, അതായത് 2 മാസക്കാലം ഞങ്ങളിങ്ങനെ കാത്തിരിക്കാറുണ്ടായിരുന്നു. ഇനി എന്നാണ് അടുപ്പത്ത് തീ കൂട്ടിയിട്ടൊരു ഭക്ഷണം കഴിക്കാമെന്നും കരുതി അത് പ്രതീക്ഷിച്ച് കാത്തിരിക്കാറുണ്ടായിരുന്നു. റസൂലുള്ളാഹിൻ്റെ വീട്ടിൽ തുടർച്ചയായ 2 മാസക്കാലം തീ പൂട്ടിയിട്ടിരുന്നില്ല, തീ കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. 9 കുടുംബാംഗങ്ങളുണ്ട് നബിയുടെ വീട്ടിൽ ഭാര്യമാരായിട്ട്, എന്നിട്ടും തീ പൂട്ടിയിട്ടില്ല. അത്രയധികം ജീവിച്ച മഹാനായ റസൂല് ജീവിത സൗകര്യങ്ങളുടെ കാര്യത്തിൽ, റിസ്ക്കിൻ്റെ കാര്യത്തിൽ എത്രയോ പിന്നിലായിട്ടും ആ റസൂലിനെ ഓർക്കാത്ത ഒരു ദിവസമില്ലല്ലോ ലോകത്ത്. ആ റസൂലിനോളം മഹത്വമുള്ള വ്യക്തിത്വം ലോകത്താരാണ്? ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യുഅ്മിനൂൻ. വിശ്വസിക്കുന്ന ആളുകൾക്ക് ഈ റിസ്ക്കിൻ്റെ കാര്യത്തിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് ചിന്തിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? ഫആതി ദൽ ഖുർബാ ഹഖഹു വൽ മിസ്കീൻ. ഫആതി, നീ നൽകണം. അതിനാൽ അതായത് റിസ്ക് ഏറുകയും കുറയുകയും ചെയ്യും. അതുണ്ടെങ്കിൽ ആത്തി നീ നൽകണം എന്ന് പറഞ്ഞാൽ അതുള്ളവർക്ക് കൊടുത്താൽ മതി, ഇല്ലാത്ത ആളുകൾക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഫആത്തി, നീ നൽകുക. നിന്റെ കയ്യിൽ കൊടുക്കാനുണ്ടെങ്കിൽ നീ നൽകണം. ആർക്ക്? ദൽ ഖുർബ, അടുത്ത ബന്ധുക്കൾക്ക്. ഹഖഹു, അവൻ്റെ അവകാശം. അതിന് നമ്മൾ ദാനധർമ്മം കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യമായി കൊടുക്കേണ്ടത് നമ്മളുടെ ബന്ധുക്കളിൽപ്പെട്ട പാവപ്പെട്ടവർക്കാണ്. അപ്പോൾ നമ്മൾ സക്കാത്ത് കൊടുക്കുക വിചാരിക്കുക. നമ്മളെ കീഴിൽ ജീവിക്കുന്ന നമ്മളെ മക്കളും നമ്മളെ ഭാര്യയും നമ്മുടെ ബാപ്പയും അവർക്കൊക്കെ സക്കാത്ത് കൊടുത്തിട്ട് നമ്മൾ അവിടെ നിർത്താൻ പാടില്ല. അത് കാരണം അത് നമ്മളല്ലെങ്കിലും കൊടുക്കേണ്ടതാണ്, നമ്മുടെ ചെലവിൽപ്പെട്ടതാണ്. നമ്മളെ ഭാര്യക്ക്, നമ്മളെ മക്കൾക്ക്, നമ്മളെ കീഴിലുള്ള ബാപ്പയും ഉമ്മയും അഞ്ചത്തിമാരും പെങ്ങന്മാരൊക്കെ നമ്മളെ കീഴിൽ ജീവിക്കുകയാണെങ്കിൽ അവർക്ക് ആഹാരവും അവർക്ക് ഭക്ഷണവും കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അത് നമ്മുടെ ചെലവ് പെട്ടതാണ്. അതുകൊണ്ട് സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. എന്നാൽ അതല്ലാത്ത നമ്മുടെ ബന്ധുക്കളിൽപ്പെട്ട സാധുക്കളായ ആളുകളുണ്ടെങ്കിൽ നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോൾ അവർക്ക് മുൻഗണന കൊടുക്കണം. 2 കൂലി അതിന് കിട്ടും. 1 ബന്ധുക്കൾ, 2 ദരിദ്രന്മാർ. ദാരിദ്ര്യവും ബന്ധുത്വവും അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവരെക്കാളും അർഹന്മാരായ ആളുകൾ വേറെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം. ഇവർക്കാണ് മുൻഗണന നൽകേണ്ടത്. അതാണ് ഫആതി ദൽ ഖുർബ. അതിനാൽ അള്ളാഹു റിസ്ക് വിശാലമാക്കുന്നു, ചുരുക്കുന്നു. വിശാലമാക്കിയിട്ടുണ്ടെങ്കിൽ ആതി ദൽ ഖുർബ, ബന്ധുക്കളിൽപ്പെട്ടവർക്ക്. അൽ ഖുർബ എന്ന് പറഞ്ഞാൽ ഖുർബത്തുള്ളവർ എന്ന്, അതായത് അടുത്ത ബന്ധമുള്ളവർക്ക് നീ നൽകണം. ഹഖഹു, അവൻ്റെ അവകാശം. അവൻ്റെ അവകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ സക്കാത്തും സദഖയുമായി കൊടുക്കേണ്ട വിഹിതം അവരുടേതാണ്. ഇപ്പം എൻ്റെ കയ്യിലുള്ള ഈ ഫോണ് നിങ്ങൾ എടുത്തു കൊണ്ടുപോയാൽ, നിങ്ങളൊരാൾ എടുത്തു കൊണ്ടുപോയാൽ അതെൻ്റെ ഹക്കാണ്, എനിക്ക് തരണം. അതുപോലെ നമ്മളെ കയ്യിലുള്ള പണത്തിൻ്റെ 2.5% നമ്മുടേതല്ല, അത് അവരുടെ ഹക്കാണ്, അത് ഓൽക്കാണ് കൊടുക്കണം. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടെങ്കിൽ, ഒരു ഖാദി, ഭരണപരമായ കാര്യങ്ങൾ, ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിൽ ഒരു ഭരണകർത്താവ് ഉണ്ടെങ്കിൽ ആ ഹക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ പിടിച്ചു വാങ്ങും എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. ഖുദ് മിൻ അംവാലിഹിം സദഖ തുതഹിറുഹും, അവരുടെ സമ്പത്തിൽ നിന്ന് സദഖ എന്ന് പറയുന്ന സക്കാത്ത് പിടിച്ചു വാങ്ങണമെന്നാണ് ഇസ്ലാമിൻ്റെ കൽപ്പന. അത് പിടിച്ചു വാങ്ങാൻ ഇന്നൊരു ഭരണമില്ലെങ്കിൽ നമ്മൾ അവൻ്റെ ഹക്ക് കൊടുക്കണം. അവൻ്റെ ഹക്കാണ് 2.5%, അത് നമ്മൾ കൊടുക്കണം. അതാണ് ഹഖഹു, അവൻ്റെ അവകാശം. വൽ മിസ്കീന, ദരിദ്രന്മാരായ കുടുംബബന്ധം, പിന്നെ കുടുംബബന്ധമില്ലാത്ത ദരിദ്രന്മാർ, മിസ്കീന്മാർ എന്ന് പറയുമ്പോൾ അതിൽ സ്വന്തം കാര്യങ്ങൾ നിർവഹിക്കാൻ 2 അറ്റം മുട്ടാത്ത സാധുക്കളായ ആളുകൾ. പലപ്പോഴും ഫക്കീറും മിസ്കീനുമായിട്ട് അള്ളാഹു വേർതിരിച്ചത്, ഫക്കീർ എന്ന് പറഞ്ഞാൽ ഈ
ചോദിച്ച് വന്നുകൊണ്ട് ചോദിച്ച് പിടിച്ച് കൊണ്ടുവന്ന് അവൻ്റെ കാര്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന ആളുകളാണ് ഫക്കീർമാർ. അപ്പം അത്തരം ആളുകൾ കുടുങ്ങൂല. കാരണം എവിടെന്നെങ്കിലും പോയിട്ട് എനിക്കതില്ലയോ ഇതില്ലയോ ഞാൻ ആകെ പട്ടിണിയാണ് എന്ന് പറഞ്ഞ് നോട്ടീസ് അടിച്ചിട്ടും പറഞ്ഞിട്ടും വീടുകളിൽ കയറി ചെന്നും മറ്റുള്ളവരെ കണ്ടും അങ്ങനെ എങ്ങനെങ്കിലും ഓൻ്റെ കാര്യം അവൻ വൈകുന്നേരമാകുമ്പോഴേക്ക് അവൻ്റെ ജീവിതമാർഗം അവൻ കണ്ടെത്തും. എന്നാൽ മിസ്കീൻ എന്ന് പറയുന്നത് ഇല്ലമൽ മിസ്കീൻ അല്ലതി ലാ തെറുദ്ദുഹു ലുഖ്മത്തു വൽ ലുഖ്മത്താൻ. എന്തെങ്കിലും ഒരു പിടി ചോറോ ഒരു പിടി അരിയോ കൊടുത്തു കണ്ട് മടക്കി അയക്കേണ്ട ആളല്ല. മിസ്കീൻ എന്ന് പറഞ്ഞാൽ അവൻ പാവപ്പെട്ടവനാണെന്ന് നമ്മളറിയില്ല, പക്ഷേ അവൻ ദരിദ്രനാണ്. എന്നാൽ ചോദിച്ചിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കൂല. അപ്പം അതുകൊണ്ട് ചോദിച്ച് വന്നാൽ നമുക്ക് കൊടുക്കാം, പക്ഷെ നമുക്ക് അറിയില്ല, അവൻ ചോദിച്ച് വരില്ല. പിന്നെ ചോദിക്കാനുള്ള ഒരു ഇഫത്ത്, ചാരിത്ര ബോധം അല്ലെങ്കിൽ വിശുദ്ധി ചോദിക്കാനുള്ള ലജ്ജ അവനെ പിന്മാറ്റും. അപ്പോൾ അവൻ പട്ടിണി കിടക്കും. നമുക്ക് ആരോടും മുണ്ടും വേണ്ട, ആരോട് നമ്മളെ ദാരിദ്ര്യം അറിയിക്കും വേണ്ട. നമുക്ക് ആ പട്ടിണിയിൽ അങ്ങനെ ജീവിക്കാമെന്ന് പറയുന്ന കഷ്ടപ്പെട്ട ആളുകൾ അവർ നമ്മളെ സമൂഹത്തിലൊക്കെ ഉണ്ടാവും. നമ്മൾ കൊടുക്കേണ്ട, നമ്മൾ സ്ഥിരം സക്കാത്തും സദക്കയും കൊടുക്കേണ്ട കുറേ ആളുകളെ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓല് പാവപ്പെട്ടവരാണ്, മറ്റോൽക്കില്ല, ഇവരൊക്കെ ദരിദ്രന്മാരാണ് എന്ന് പറഞ്ഞ് നമ്മളൊരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് ഉള്ളവർക്കേ നമ്മൾ കൊടുക്കാറുള്ളൂ. സത്യത്തിൽ അവരല്ലാത്ത മാന്യന്മാരായി നടക്കുന്ന എന്നാൽ ഉള്ളിൽ തിടുങ്ങിയ കഷ്ടപ്പെട്ടവരുണ്ടായിരിക്കും. ആ മിസ്കീനെയാണ് അള്ളാഹ് ഇവിടെ ഫക്കീർ എന്ന് പറഞ്ഞിട്ടില്ല, മിസ്കീനിന് കൊടുക്കണം. പിന്നെ അത് ആവശ്യക്കാർ എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് ഫക്കീർ മിസ്കീന് എന്ന് രണ്ടും ഒരേ സമയത്ത് പറയുമ്പോൾ ഫക്കീർ എന്ന് പറയുന്നത് ചോദിച്ചു വരുന്നവനും മിസ്കീൻ എന്ന് പറഞ്ഞാൽ ചോദിച്ചു വരാൻ മടിക്കുന്നവരും എന്നാണ്. അതല്ലാതെ യസ്അലൂനന്നാസ ഇൽഹാഫ, ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ചോദിച്ചു വരില്ല. എന്നാൽ വെറും ഫക്കീർ എന്ന മൊത്തത്തിൽ ഖുർആൻ ഒറ്റവാക്കിൽ ഫക്കീർ എന്ന് പറയുമ്പോൾ ആവശ്യക്കാർ എന്നർത്ഥത്താണ്. ഫക്കറ എന്ന് പറഞ്ഞാൽ യഹ്താജ, ആവശ്യം വന്നു. ഫക്കീർ ആവശ്യക്കാർ. അപ്പോൾ മിസ്കീനും ഫക്കീറും ഒക്കെ ആവശ്യക്കാർ തന്നെയാണ്. പക്ഷേ ഫക്കീർ ചോദിച്ചു വന്നിട്ട് അവൻ്റെ പ്രശ്നം പരിഹരിക്കും, മിസ്കീന് ചോദിച്ചു വരൂല. അതാണ് ലിൽ ഫുഖറാഇ അല്ലദീന വഹ്സുറു ഫീ സബീലില്ലാഹി ലാ യസ്തതിഊന ദർബൻ ഫിൽ അർദ്. ഭൂമിയിൽ സഞ്ചരിക്കാൻ കഴിയാത്ത, അത് ഹാൻഡിക്കാപ്ഡ് ആളുകളുണ്ടാവും. അങ്ങനത്തെ എത്ര ആളുകളുണ്ട്. ചോദിച്ച് നടക്കാൻ ഓലെ കൊണ്ട് കഴിയൂല, കയ്യും കാലും ഓൽക്ക് നടക്കാൻ കഴിയില്ല, ഓൽക്ക് വണ്ടിയില്ല, ഓൽക്ക് ഓടാൻ കഴിയില്ല. ഓല് ഇനിയിപ്പോൾ ചോദിച്ചാൽ തന്നെ ഒരു മാന്യത കൊണ്ട് അവർ ചോദിക്കാൻ വരൂല. അങ്ങനത്തെ കുറേ ആളുകൾ, അവരെയാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ മിസ്കീനും ഫക്കീറും രണ്ടായിട്ട് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് വേർതിരിച്ചിട്ടുള്ളത്. ഇബ്നു സബീൽ, പിന്നെ ഇബ്നു സബീൽ വഴിയാത്രക്കാരൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇബ്നു സബീൽ എന്ന് പറയുന്ന ഒരു വിഭാഗം വല്ലാതല്ല. നാടോടികൾ എന്ന് പറയുന്നത് പലപ്പോഴും സക്കാത്തിന് അർഹരാവണം എന്നില്ല. ഇബ്നു സബീൽ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ, അതായത് ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റേ ഗ്രാമത്തിലേക്ക് ദിവസങ്ങളോളം യാത്ര ചെയ്യും, മരുഭൂമിയിൽ യാത്ര ചെയ്യുന്ന വഴിയാത്രക്കാരുണ്ടാവും. അതുപോലെ തന്നെ പിന്നെ മരുഭൂമിയിൽ പെട്ടുപോയ ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ അവിടെ താമസക്കാരുണ്ടെങ്കിൽ അവരെ തീറ്റിപ്പോറ്റേണ്ടതും അവരുടെ സക്കാത്തിൻ്റെ വിഹിതം കൊടുക്കേണ്ടതും ഒരു ബാധ്യതയാണ്. അങ്ങനത്തെ ഇതിൽ പെടും. ഇന്നിപ്പോൾ നമ്മളൊരാൾ ഇവിടെ വന്നു, ഒരു ഉദാഹരണത്തിന് മദ്രാസിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ ഇവിടെ വന്ന് പെട്ടു, മലപ്പുറത്ത് വന്നു, പള്ളിയിൽ കുറച്ച് മുസ്ലിങ്ങളൊക്കെ കണ്ടു, നാട്ടിലേക്ക് പോകാൻ വഴിയില്ല, ഭക്ഷണമില്ല എങ്കിൽ നമ്മൾ സക്കാത്ത് ഫണ്ടെന്ന് അയാളെ നാട്ടിലെത്തിക്കേണ്ട ബാധ്യത ഉണ്ട്. അങ്ങനെയുള്ള ഇബ്നു സബീൽ ഉണ്ടാവും. ഇന്ന് പണക്കാരനാണെങ്കിൽ ഒരുപക്ഷെ നാട്ടിലെത്തിയാൽ ഓരൊക്കെ വലിയ നല്ല സൗകര്യങ്ങളുണ്ടാകും, പക്ഷേ ഇവിടെ നാട്ടിൽ എത്തിപ്പെടണ്ടേ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സഹായിക്കേണ്ടി വരും. അതാണ് ഇബ്നു സബീൽ. നമ്മൾ കണ്ടറിഞ്ഞ് കൊടുക്കുക വേണം. വഴിയുടെ മകൻ, അവൻ്റെ ബാപ്പിയും ഒക്കെ വഴിയാണ് എന്ന് പറഞ്ഞാൽ വഴി പെട്ടുപോയവൻ എന്നുള്ള അർത്ഥത്തിലാണ് ഇബ്നു സബീൽ. അത് പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിലും എല്ലാ കാലഘട്ടത്തിലും അങ്ങനത്തെ ആളുകളുണ്ടാകും. ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഉണ്ടായിരുന്നു. അത് 8 കൂട്ടത്തിൽ ഒരു കൂട്ടരാണ് ഇബ്നു സബീൽ. പിന്നെ ദാലിക ഖൈർ, അപ്പോൾ അവർക്ക് നിങ്ങൾ കൊടുക്കണം.
അള്ളാഹ് വിശാലമാക്കി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുക്കണം. ആ കൊടുക്കേണ്ടത് സക്കാത്തായിട്ട് നിർബന്ധമായി കൊടുക്കേണ്ടതുണ്ട്. സക്കാത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കാത്തവരുണ്ടെങ്കിൽ പലപ്പോഴും അവരെ നമ്മൾ അല്ലാതെ ധർമ്മമായിട്ടും കൊടുക്കേണ്ടി വരും. അതൊക്കെ നിങ്ങൾ കൊടുക്കണം. ദാലിക ഖൈറുൻ, അതാണ് നല്ലത്, അങ്ങനെയാണ് നല്ലത്. ആർക്ക്? ലില്ലദീന യുരീദൂന വജ്ഹല്ലാ, അള്ളാഹുവിൻ്റെ മുഖം ആഗ്രഹിക്കുന്നവർക്ക്. അള്ളാഹുവിൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രീതി. അള്ളാഹുവിൻ്റെ മുഖം കിട്ടണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രീതി കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ധർമ്മം കൊടുത്തുകൊണ്ട് ഫക്കീറിനും മിസ്കീനിനും അതുപോലെ അടുത്ത ബന്ധുക്കൾക്കും ധർമ്മം കൊടുക്കലാണ് അള്ളാഹ് നിങ്ങൾക്ക് വിശാലമാക്കി തന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഖൈറ്. അപ്പോൾ അതിൻ്റെ ഒരു മറുവശമുണ്ട്. അള്ളാഹ് നിങ്ങൾക്ക് സമ്പത്തൊക്കെ തന്നു, നമ്മളെ കാര്യങ്ങൾ കഴിച്ചാലും നമുക്ക് കൊടുത്താലും നമ്മൾ പട്ടിണിയിലാവാത്ത വിധം അള്ളാഹു നമുക്ക് സാമ്പത്തിക ശേഷി തന്നു. നമ്മുടെ മുമ്പിൽ ഫക്കീറുമാരും കഷ്ടപ്പെടുന്നവരും നമ്മുടെ കുടുംബ ബന്ധുക്കളും ഉണ്ട്. എന്നിട്ടും നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അത് നമുക്ക് ഷർറായിരിക്കും എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ഖൈർ. ഇനി മറ്റൊന്നും കൂടിയുണ്ട്, താഴെ ആയത്ത് അത് പറയുന്നുണ്ട്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ധർമ്മം മനുഷ്യൻ്റെ സമ്പത്തിൽ നിന്ന് മാ നഖസത്ത് സദഖത്തുൻ ബിമാൽ വമാ സാറല്ലാഹു ബി അബ്ദിൻ ലി അബ്ദിൻ ബി അഫ്വിൻ വമാ സാറല്ലാഹു ബി അഫ്വിൻ ഇല്ലാ ഇസ്സൻ. അല്ലാഹു തആല വമാ തവാളഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹു. 3 കാര്യം. മാ നഖസത്തു സദഖത്തും ബിമാൽ, സദഖ കൊടുത്തത് കൊണ്ട് ആരുടെയും സമ്പത്ത് കുറയുകയില്ല. അത് ധർമ്മം കൊടുക്കാൻ, നമ്മൾ ഇന്നത്തെ ധർമ്മം എന്നൊക്കെ പറഞ്ഞാൽ ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും ധർമ്മം ചോദിച്ചു വരുന്ന അവസ്ഥ ഇന്നുണ്ട്. എല്ലാ ഉത്സവത്തിനും ആവശ്യമില്ലാത്തതിനും ധർമ്മം ചോദിച്ച് വരുന്ന ആ ധർമ്മമല്ല പറയുന്നത്. പാവപ്പെട്ട മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ധർമ്മം കൊടുത്താൽ, അത് എത്ര വലിയ സംഖ്യ കൊടുത്താലും നമ്മളെ സമ്പത്തിൽ കുറവ് വരികയില്ല എന്ന് റസൂലുള്ളാഹി നമുക്ക് ഗ്യാരണ്ടി തന്നിരിക്കുകയാണ്. അള്ളാഹിൻ്റെ ഗ്യാരണ്ടിയാണത്. അള്ളാഹാണല്ലോ സമ്പത്ത് തന്നവൻ. അപ്പോൾ ധർമ്മം കൊടുത്തത് കൊണ്ട് നിങ്ങളെ സമ്പത്ത് അല്ലാഹു തആല കുറക്കൂല. 2 വമാ സാറല്ലാഹു ലി അബ്ദിൻ ബി അഫ്വിൻ ഇല്ലാ ഇസ്സൻ. ഒരാൾക്കും വിട്ടുവീഴ്ച മനസ്ഥിതി ചെയ്ത് ജീവിച്ചാൽ പ്രതാപമല്ലാതെ ഞാൻ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് കുറച്ച് ഞാൻ മോശക്കാരനാകും നിങ്ങൾ വിചാരിക്കരുത്. ഒരാളെ നമ്മൾ ആക്രമിച്ചു, ഒരാളെ നമ്മൾ തോന്നിയാസം പറഞ്ഞു, പോട്ടെ ഓന് വിവരമില്ലാത്തതുകൊണ്ടാണ്, അത് നമുക്ക് പടച്ചോൻ്റെ അടുത്തേക്ക് വിടാം. അല്ലെങ്കിൽ ഒരാൾ നമ്മൾ എന്തെങ്കിലും മറ്റുള്ള തരത്തിൽ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കി അവന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്താൽ ഞാനൊരു മോശക്കാരനായല്ലോ എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹു നമുക്ക് ഇസ്സത്ത് വർദ്ധിപ്പിച്ചു തരും. 3-മത്തത് വമാ തവാളഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്. അള്ളാഹുവിന് വേണ്ടി ആരെങ്കിലും വിനയപ്പെട്ടാൽ അള്ളാഹു അവൻ്റെ പദവി ഉയർത്തും. അപ്പം സക്കാത്ത് കൊണ്ടും ധർമ്മം കൊണ്ടും ഒരു കുറവ് വരുത്തുകയില്ല എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതാണ് ദാലിക ഖൈറുൻ ലില്ലദീന യുരീദൂന വജ്ഹല്ലാഹ്. അള്ളാഹുവിൻ്റെ പ്രീതി, മുഖം ആഗ്രഹിക്കുന്നവർക്ക് അതാണ് നല്ലത്, അതല്ലാത്തത് ഷർറായിത്തീരും. വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അക്കൂട്ടർ അവർ തന്നെയാണ് വിജയികൾ. കൊടുക്കാത്ത ആളുകൾ വിജയം വരിക്കുന്നവരായിരിക്കില്ല. അപ്പോൾ ദാനധർമ്മങ്ങൾ നമ്മളെ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അല്ലാഹു തആല പറഞ്ഞതുകൊണ്ടായിരിക്കണം ലോകത്ത് ഏറ്റവും കൂടുതൽ ധർമ്മം മനസ്ഥിതി ഉള്ളവർ മുസ്ലിങ്ങളാണ്, വിശ്വാസികളാണ്. അതാണ്. അത് നമ്മളെ കൂട്ടത്തിലൊരാൾ, നമ്മളെ എത്ര വലിയ പിശുക്കന്മാരെ നാടാണെങ്കിലും ഒരു കഷ്ടപ്പെടുന്നവരുണ്ടായ ഏതെങ്കിലും ഓൻ്റെ ഒരു വീട് എങ്ങനെയെങ്കിലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കും, ഓൻ്റെ കല്യാണം എങ്ങനെയെങ്കിലും നമ്മൾ നടത്തി കൊടുക്കും, ഓൻ്റെ പ്രശ്നം നമ്മളെങ്കിലും പരിഹരിച്ചു കൊടുക്കും. അത് ഈ ഖുർആൻ ധർമ്മത്തിനെ പറ്റി അത്രമാത്രം നമുക്ക് വാഗ്ദാനം ചെയ്തതുകൊണ്ടായിരിക്കണം. ഏതായിരുന്നാലും വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അങ്ങനെ ധർമ്മം കൊടുക്കുന്ന ആ ആളുകളാണ് വിജയികൾ. എന്നിട്ട് പലിശ, സക്കാത്ത്, അത് രണ്ടിൻ്റെയും താരതമ്യം ചെയ്യാണ് അല്ലാഹു തആല. നിങ്ങൾ പലിശ വ്യവസ്ഥിതി നടപ്പിലാക്കി പലിശയിൽ കൂടി ജീവിത സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും നാശമല്ലാതെ ഉണ്ടാവുകയില്ല. എന്നാൽ സക്കാത്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾ സമ്പത്ത് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സമ്പത്ത് ഇരട്ടിപ്പിക്കുകയും ചെയ്യും.
ഇതാണ് താഴെ വരുന്ന ആയത്ത്. ഉമാ ആതൈതും മിൻ റിബൻ ലിയർബുവ ഫീ അംവാലിൻ നാസ്. ഉമാ ആതൈതും നിങ്ങൾ നൽകുന്നത്, മിൻ റിബൻ പലിശയിൽ നിന്ന് നിങ്ങൾ നൽകുന്നത്, എന്തിന്? ലിയർബുവ ഫീ അംവാലിൻ നാസ് ജനങ്ങളുടെ സമ്പത്തിൽ വർധനവുണ്ടാകാൻ വേണ്ടി, കൂടുതൽ കിട്ടാൻ വേണ്ടി പലിശ നൽകുന്നത്, പലിശക്ക് വേണ്ടി നൽകുന്നതും പലിശ നൽകുന്നതും എന്ന് പറഞ്ഞാൽ പലിശയുടെ ഇടപാടുകൾ. പലിശ ഇടപാട് എന്താണ്? സമ്പത്ത്, എൻ്റെ കയ്യിലുള്ള സമ്പത്ത് വളരെ വളരെ കൂടുതൽ വളർന്ന് വലിയ സംഖ്യയാവാനാണ്. ആ നിലക്ക് പലിശ ഇടപാട് നടത്തുന്നത് ഫലാ യർബു ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വളർച്ച ഉണ്ടാവുകയില്ല. അപ്പോൾ പഠിച്ചവൻ്റെ അടുക്കൽ സാമ്പത്തികമായ വളർച്ചയുടെ മാനദണ്ഡം പലിശ ഇടപാടുകളല്ല എന്ന് അള്ളാഹു തീർത്ത് പറയാണ്. ആ ഖുർആൻ ഇത് പറഞ്ഞ അന്ന് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലിശ നിരോധിച്ചു. അവസാനത്തെ ഹജ്ജത്തുൽ വദായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പലിശ ഇതോടുകൂടി ആരെങ്കിലും പലിശ കൊടുക്കാനുണ്ടെങ്കിൽ ഞാനിതാ പലിശ ദുർബലപ്പെടുത്തിയിരിക്കുന്നു. ആരും ഇനി പലിശക്കാർക്ക് പലിശപ്പണം കൊടുക്കേണ്ടതില്ല, മൂലധനം കൊടുത്തു വീട്ടിയാൽ മതി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ എളാപ്പ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന് കൊടുക്കാനുള്ള പലിശ, അദ്ദേഹം പലിശക്കാരനായിരുന്നു അത്രേ, ജാഹിലിയ്യ കാലത്താണ്. ഇനി ആരും പലിശ കൊടുക്കരുത്. അയാളുടെ സമ്പത്ത്, മൂലധനം എത്ര നിങ്ങൾ കടം വാങ്ങിക്കൊണ്ടുപോയത്, ആ കടം വാങ്ങിക്കൊണ്ടുപോയ സംഖ്യയാണ് കൊടുത്താൽ ഒരു ദീനാറ് പോലും ദിർഹം പോലും പലിശ കൊടുക്കരുത് എന്നും പറഞ്ഞ് പലിശ വ്യവസ്ഥ അവസാനിപ്പിച്ചു. ആ അവസാനിപ്പിച്ചതിൻ്റെ നിദാനമായ ആയത്താണ്, നിങ്ങൾ ജനങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടി, സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി പലിശ ഇടപാട് നടത്തിയാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ സമ്പത്ത് വർദ്ധിക്കുകയില്ല. അള്ളാഹു ആണല്ലോ ഭൂമിയിലെല്ലാം കൈകാര്യം ചെയ്യുന്നവൻ. അപ്പോൾ ഭൂമിയിൽ സാമ്പത്തികമായ വർധനവും ഒക്കെ പലിശ ഇടപാടിൽ കൂടി ഒരിക്കലും ഉണ്ടാകുകയില്ല. അള്ളാഹു തആല സാമ്പത്തിക അഭിവൃദ്ധി പലിശയിൽ കൂടി ഉണ്ടാക്കി തരില്ല എന്നാണ് ഈ പറഞ്ഞത്. അത് നമുക്ക് ഓരോ ദിവസം കഴിയുന്തോറും വ്യക്തമായിക്കൊണ്ടിരിക്കുകയും ലോകം പലിശമുക്തമായ സാമ്പത്തിക വ്യവസ്ഥിതിയിലേക്ക് നീങ്ങാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പക്ഷെ കഴിയുന്നില്ല. കാരണം അത് അത്രയും രൂഢമായി ആഴത്തിൽ മനുഷ്യൻ്റെ സാമ്പത്തിക ഇടപാടിൽ പലിശ കയറിക്കൂടിക്കഴിഞ്ഞു. അള്ള പറഞ്ഞു അത് ഉണ്ടാവില്ല. അത് വലാ യർബു ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ വളരൂല എന്ന് പറഞ്ഞാൽ പരലോകത്ത് എന്തായിരുന്നാലും ആ സമ്പത്തിന് വളർച്ച ഉണ്ടാവില്ല, ആ സമ്പത്ത് കൊണ്ട് ഗുണം കിട്ടൂല. ഈ അലോകത്തും അതിൻ്റെ ഒരു അർത്ഥം വലാ യർബു ഇൻദല്ലാഹി ഫി ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും പറ്റൂല. സാമ്പത്തിക പലിശയിൽ കുതിർന്ന അല്ലെങ്കിൽ പലിശ കലർന്ന സാമ്പത്തിക ഇടപാടിൽ വളർച്ചയില്ല, സാമ്പത്തിക തളർച്ചയേ ഉണ്ടാവുകയുള്ളൂ. ഇനി ഒമാ ആതൈതും, എന്നാൽ നിങ്ങൾ നൽകുന്നത്, മിൽ സക്കാത്തിൻ, സക്കാത്തിൽ നിന്ന് നിങ്ങൾ നൽകുന്നത്, തുരീദൂന വജ്ഹല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായി നിങ്ങൾ സക്കാത്ത് നൽകുകയാണെങ്കിൽ ഫഉലൈക ഹുമുൽ മുളഇഫൂൻ, അവരാണ് സമ്പത്തിനെ ഇരട്ടിപ്പിക്കുന്നവർ. അപ്പം സമ്പത്തിൽ ഇരട്ടിയായിട്ടുള്ള വർധനവ് സക്കാത്ത് സംവിധാനത്തിൽ കൂടിയാണ് ഉണ്ടാകുക. ഒന്ന് പരലോകത്ത് സക്കാത്ത് കൊടുത്താൽ അതിന് അല്ലാഹു തആല നമ്മുടെ സമ്പത്തിൻ്റെ ഇരട്ടി നൽകും. ദുനിയാവിലും അങ്ങനെ തന്നെയാണ്. പലിശൻ്റെ നേരെ ഇപ്പുറത്താണത് കാണുന്നത്. പലിശ ദുനിയാവിലും ആഖിറത്തിലും നാശമാണ്. അല്ലദീന യഅ്കുലൂന റിബ ലാ യഅ്കുലൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബത്തുഹു ശൈത്വാനു മിനൽ മസ്സി, പിശാച്ച് ബാധ ഏറ്റവൻ ആകെക്കൂടി വിഭ്രാന്തിയായി നടക്കുന്ന പോലെയാണ് പലിശ ചെന്നുന്നവൻ. എന്താ വിഭ്രാന്തി? എന്ത് പാവപ്പെട്ടവനാണെങ്കിലും കണ്ടിയിലുള്ള പലിശ, വീടും പറമ്പും മൊത്തം വിറ്റ് വീട്ടി പലിശക്കടം വീട്ടിയാലും അത് തീരുന്നില്ലെങ്കിൽ ആ പാവപ്പെട്ട മനുഷ്യനെ കൊന്നിട്ടെങ്കിലും അവൻ്റെ സമ്പത്ത്, അവൻ്റെ പലിശ ഈടാക്കുന്ന അത്രയധികം പലിശ മുതലാളിമാരുടെ വളരെ ക്രൂരമായ ഭ്രാന്ത് പിടിച്ച സാമ്പത്തിക കൊതി നമ്മുടെ നാട്ടിൽ ഇന്നുണ്ട്. ഇപ്പം നമ്മളൊക്കെ തന്നെ ഈ രാജ്യത്ത് എത്രയോ ലക്ഷങ്ങളുടെ കടം നമ്മുടെയൊക്കെ തലയിലുണ്ട്, സർക്കാരിൻ്റെ പലിശ കൂട്ടി. എന്നിട്ടും
ഈ രാജ്യത്തെ രക്ഷപ്പെടുത്താൻ പലിശ ഒഴിവാക്കി തരുന്നില്ല. പലിശയിൽ മനുഷ്യൻ ഭ്രാന്തന്മാർ പോലെ പലിശക്കാർ മനുഷ്യനെ കൊന്നു തിന്നുകയാണ് എല്ലാ കാര്യത്തിലും. എന്നാലോ സക്കാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനാണ് ഇരട്ടിപ്പിക്കുന്നത്. പരലോകത്ത് എന്തായാലും ഇരട്ടിക്കും. നിങ്ങൾ ധർമ്മത്തിനെ പറ്റി പറഞ്ഞല്ലോ, മസലുദ്ദീനും ഫിഖോനഫി അമ്വാലില്ലായി കമസലി ഹബ്ബത്തിന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ ഒരു വിത്ത് പോലെയാണ്. ആ വിത്ത് കുഴിച്ചിട്ടാൽ അതിമേൽ 77 കുലകളുണ്ടായി. ആ കുലകളിൽ ഓരോ കുലയിലും 100 മണിയുണ്ടായി. അപ്പോൾ ആ 7 കുലകളുണ്ടായി, 100 മണിയുണ്ടായി, 700 മണികൾ ഒരു അരിമണിയിൽ നിന്ന് 700 അരിമണിയുണ്ടായി. അതിൽ നിന്ന് വീണ്ടും 700 ഉണ്ടാകുന്നു. അങ്ങനെ അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്തിട്ട് സമ്പത്ത് വർദ്ധിക്കുന്നു. ധർമ്മം അള്ളാഹുവിൻ്റെ അടുക്കൽ അതിൻ്റെ കൂലി വർദ്ധിക്കും. മറ്റൊന്ന്, സക്കാത്ത് സംവിധാനത്തിൽ 2 തരത്തിലുള്ള സമ്പത്ത് ഇരട്ടിക്കലുണ്ട്. ഒന്ന്, നമ്മൾ സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹുമ്മ അഅ്തി മുംഫിഖൻ ഖലഫ വ അഅ്തി മുംസികൻ തലഫ. നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോൾ മലക്കുകൾ നമുക്ക് വേണ്ടി, പഠിച്ചവന് സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് അള്ളാഹുവിൻ്റെ വജ്ഹ് വിചാരിച്ച് പാവങ്ങൾക്ക് കൊടുത്തു വീട്ടുന്ന ആ മനുഷ്യന് പകരം സമ്പത്ത് നീ കൊടുക്കണമേ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കും. മലക്കുകളുടെ പ്രാർത്ഥന അള്ളാഹുവിൻ്റെ മുഖറബുകളല്ലേ, അള്ളാഹ് കേൾക്കാതിരിക്കുമല്ലോ. അപ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലമായി നമ്മൾ എത്ര കൊടുത്താലും അതിൻ്റെ ഇരട്ടി അള്ളാഹ് നമുക്ക് തരും. അല്ലാഹുമ്മ അഅ്തി മുംഫിഖൻ ഖലഫ, അവന് പകരമായിട്ട് സമ്പത്ത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കും. 2, സക്കാത്ത് കിട്ടിയ ആളുകൾ, പാവപ്പെട്ട ആളുകൾ, അവൻ എത്ര മോശക്കാരനാണെങ്കിലും എത്ര ധിക്കാരിയാണെങ്കിലും അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്കൊരു പ്രാർത്ഥന ഉണ്ടാവും. ഇന്ന് മൂപ്പരെക്കൊണ്ടാണ് നമ്മൾ പെരുന്നാൾ കഴിച്ചത്, അല്ലെ ഈ നോൽമ്പ് നമ്മൾ ഈ ഇന്ന ആളെക്കൊണ്ടാണ് എന്ന് കുട്ടികളും, ഒരു ചെറിയ നിരപരാധികളായ കുട്ടികളും വൃദ്ധന്മാരായ ആളുകളും തെറ്റ് ചെയ്യാത്തവരും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ. ഈ നോമ്പൊക്കെ വരികയാണ്. നമ്മൾ പാവപ്പെട്ട, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ പരിസരത്തുള്ള ദരിദ്രന്മാരാണെന്ന് തോന്നുന്ന ആളുകളുടെ വീട്ടിലേക്ക് ഒരു നോമ്പ് കയ്യോളത്തിനുള്ള അവരുടെ ഭക്ഷണം നമ്മളാണ്ട് കൊണ്ടുപോയി സ്വകാര്യമായി കൊണ്ടുപോയി കൊടുത്താൽ മതി. അവരുടെ പ്രാർത്ഥന നമുക്ക് കിട്ടും. നമ്മളറിയാതെ അവരിങ്ങനെ കയ്യുപൊക്കിയിട്ട് എല്ലാവരും കൂടി വീട്ടുകാരൊന്നായിട്ട് പ്രാർത്ഥിക്കണം എന്നില്ല. ആ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ മനസ്സിലുണ്ടാകുന്ന സംതൃപ്തിയാണ് ഒരർത്ഥത്തിൽ അവരുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥന മതി നമ്മുടെ സമ്പത്ത് വർദ്ധിക്കാൻ. അപ്പോൾ അതാണ് ഒരു മലക്കുകളുടെ പ്രാർത്ഥന, നമ്മൾ സക്കാത്ത് കൊടുത്ത് അനുഭവിക്കുന്ന പാവപ്പെട്ട മനുഷ്യന്മാരുടെ പ്രാർത്ഥന, അള്ളാഹുവിൻ്റെ സംതൃപ്തി. ഇത് 3 കൂടിയാകുമ്പോൾ നമ്മുടെ സമ്പത്ത് ഇരട്ടിക്കും. മറ്റൊന്ന്, സാമ്പത്തികമായി നമ്മൾ നോക്കുകയാണെങ്കിലും സക്കാത്ത് കൊടുക്കുന്ന ഒരു സമൂഹത്തിൽ സമ്പത്ത് വർദ്ധിക്കുകയുള്ളൂ. നമ്മളെ മലപ്പുറം മാർക്കറ്റിൽ മീൻ വാങ്ങാനും മാംസം വാങ്ങാനും പച്ചക്കറി വാങ്ങാനും ഫ്രൂട്ട്സ് വാങ്ങാനും അരിസാധനങ്ങൾ വാങ്ങാനും അതുപോലെ ഫാൻസി വസ്തുക്കൾ അടക്കം വാങ്ങാൻ ആരാ വരിക? കാശുള്ളവനാ വരിക. കാശില്ലാത്തവനെ കണ്ട് വരുമല്ലോ. കാശില്ലാത്തവന് മീനും ഇല്ല, അവന് ഇറച്ചിയില്ല, അവന് അരിസാധനങ്ങളൊക്കെ അത്യാവശ്യം എന്തെങ്കിലും വാങ്ങിയിട്ട് അവൻ പോകും. കഴിവുള്ളവൻ കണ്ടമാനം വാങ്ങും. എന്നാൽ ഈ വാങ്ങാൻ വരാത്ത ദരിദ്രന്മാരായ ആളുകൾക്ക് സക്കാത്ത് കൃത്യമായി കിട്ടുന്നുണ്ടെങ്കിൽ അവൻ്റെ കയ്യിൽ സമ്പത്ത് കൂടും. ആ സമ്പത്ത് കൊണ്ട് മാർക്കറ്റിൽ കച്ചവടം കൂടും. അപ്പം ധനികൻ വാങ്ങേണ്ട അത്ര അല്ലെങ്കിലും ധനികൻ 500 റുപ്യക്ക് മത്സ്യം വാങ്ങുകയാണെങ്കിൽ ഇവനൊരു 100 റുപ്യക്കെങ്കിലും വാങ്ങും. കാരണം അവന് സക്കാത്തിൻ്റെ വരുമാനമുണ്ട്. പാവപ്പെട്ട ആളാണെങ്കിലും സക്കാത്തിൻ്റെ വരുമാനം അവന് കിട്ടുകയാണെങ്കിൽ അവൻ്റെയും മാർക്കറ്റിൽ അവൻ്റെയും കച്ചവടം വർദ്ധിക്കും. മാർക്കറ്റിൽ നല്ല വിനിമയം നടക്കും തോറും മാർക്കറ്റിനെ ആശ്രയിച്ച് ജീവിക്കുന്ന തൊഴിലാളികൾ, അവിടുത്തെ അതിൻ്റെ പരിസരത്തുള്ള ഓട്ടോറിക്ഷക്കാർ, അവിടെയുള്ള മറ്റു ചുമട്ടുകൂലിക്കാർ, അവൻ്റെ ലോറി ഉടമകൾ, ഈ മാർക്കറ്റിൻ്റെ വലിയ ഉയർന്ന മാർക്കറ്റിലുള്ള ആളുകൾ, അവിടെയൊക്കെ കച്ചവടം കൂടല്ലേ. അപ്പോൾ ആളുകളെടുത്ത് പണം കൂടുന്തോറും വ്യാപാര വിനിമയ പ്രൊഡക്ഷൻ കൂടും. പണം കൂടുമ്പോൾ അതിൻ്റെ ഉപഭോക്താക്കൾ കൂടും, അതിനനുസരിച്ച് പ്രൊഡക്ഷൻ കൂടും. അപ്പോൾ പണം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം?
കഴിവുള്ള ആൾ അവൻ്റെ സമ്പത്തിൻ്റെ 2.5% പാവങ്ങൾക്ക് കൂടി കൊടുക്കണം. സാമ്പത്തികം നേരെ മറിച്ച് കഴിവുള്ളവനൊന്നും കൊടുത്തില്ല വിചാരിക്കുക. ഒരു നാട്ടിൽ 50 വീട്ടുകാരുണ്ട്, ഒരു ഗ്രാമത്തിൽ 50 വീട്ടുകാരുണ്ട്. 25 വീട്ടുകാർ നല്ല പൈസക്കാരാണ്, ബാക്കി 25 ആളുകൾ വളരെ ദരിദ്രന്മാരുമാണ്. എന്നാൽ ആ നാട്ടിലെ ഗ്രാമത്തിലെ ഒരു ചെറിയ പീടിയ, ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടെങ്കിൽ ആ സൂപ്പർ മാർക്കറ്റിലെ കച്ചവടം 25 വീട്ടിൽ നിന്നേ കിട്ടുള്ളൂ, സ്ഥിരമായിട്ട് നല്ല കച്ചവടം. ബാക്കി 25 ദരിദ്രന്മാരല്ല, ഓർക്ക് കച്ചവടമൊന്നും ഉണ്ടാവില്ല, ഒരിടത്ത് കാശില്ല. എന്നാൽ ഈ 25 വീട്ടുകാരായ പണക്കാർ അവരുടെ സക്കാത്തിൻ്റെ വിഹിതം അടുത്ത 25 വീട്ടുകാർക്ക് കൃത്യമായി കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ കൂടി കച്ചവടം വർദ്ധിക്കുമ്പോൾ കച്ചവടക്കാരന് ലാഭം കൂടും, അവൻ്റെ സക്കാത്തിൻ്റെ വിഹിതം കൂടും, അവൻ കൂടുതൽ സക്കാത്ത് കൊടുക്കുന്നൊരവസ്ഥ വരും, നാട്ടിൽ സമൃദ്ധി കൂടും. ആതൈതുമിൻ സക്കാത്തിൻ തുരീദൂന വജ്ഹല്ലാ, ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ ഫഉലൈക ഹുമുൽ മുളഇഫൂൻ, അവരാണ് ഇരട്ടിപ്പിക്കുന്നവർ. സമ്പത്ത് ദുനിയാവിലും ആഖിറത്തിലും ഇരട്ടിപ്പിക്കുന്നവർ സക്കാത്ത് സംവിധാനം നടപ്പിലാക്കുന്നവരാണ്. എന്നാൽ പലിശ സംവിധാനം നടപ്പിലാക്കുന്നവർ പാവപ്പെട്ടവനെ കൂടുതൽ ദരിദ്രനാക്കി പണക്കാരൻ കൂടുതൽ പണക്കാരനായി, എന്നിട്ട് അതിൻ്റെ പണം കൊണ്ടെന്താ ആവശ്യം? ഒരു കാര്യമില്ല. അവൻ്റെ ഭക്ഷണം ഒരു പള്ളല്ലേ അവനുള്ളൂ. ഈ പണം ഇങ്ങനെ കൂടി ഡെഡായി കിടക്കുന്നതുകൊണ്ട് ജനങ്ങൾക്കും ഉപകാരമില്ല, അവനും ഉപകാരമില്ല. എന്നാൽ സക്കാത്ത് കൊടുക്കുമ്പോൾ അവനും ഉപകാരമുണ്ട്, ജനങ്ങൾക്കും ഉപകാരമുണ്ട്. പണം ഡെഡായിട്ട് കിടക്കാതെ അത് സമൂഹത്തിലും മാർക്കറ്റിലും ജനങ്ങളിലും വ്യന്യസിക്കപ്പെടും, അപ്പം ഇരട്ടിക്കും. ഉമാ ആതൈതും മിൻ സക്കാത്തിൻ തുരീദൂന വജ്ഹല്ലാ, അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ ഫഉലൈക ഹുമുൽ മുളഇഫൂൻ. എന്നിട്ട് അല്ലാഹുല്ലദീ ഖലഖക്കും, അപ്പോൾ സക്കാത്തും പലിശയും കൂടി പറഞ്ഞിട്ട് നമ്മൾക്കോട് പറയാണ് നിങ്ങൾ എന്തിന് സക്കാത്ത് കൊടുക്കണം? അല്ലാഹുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവൻ അള്ളയാണ്. നിങ്ങളെ സൃഷ്ടിച്ചിട്ട് നിങ്ങൾക്ക് ആഹാരം തന്നവനും വെള്ളം തന്നവനും നിങ്ങൾക്ക് നിയമത്ത് സമ്പത്ത് തന്നവനും അള്ളയാണ്. അപ്പോൾ പലിശ വാങ്ങാൻ പാടില്ല, സക്കാത്ത് നിങ്ങൾ കൊടുക്കണം, നിങ്ങളുടെ സമ്പത്തെ ഇരട്ടിപ്പിക്കും. എന്താ കാരണം? അല്ലാഹുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. സുമ്മ റസഖക്കും, പിന്നെ നിങ്ങൾക്ക് റിസ്ക് നൽകിയവനും അള്ളാഹുവാണ്. നമ്മളെ സൃഷ്ടിച്ചപ്പോൾ അള്ളാഹു നമുക്ക് ഒന്നും റിസ്ക്കായി നൽകിയിട്ടില്ല. നമ്മൾ ജനിച്ചപ്പോൾ നമ്മൾ കാലിയായിട്ടാണ് വന്നത്. പിന്നെ അള്ളാഹ് നമുക്ക് പല കാരണങ്ങളാലും നമ്മുടെ സമ്പാദ്യം കൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ തന്ത്രം കൊണ്ട് അള്ളാഹു തആല നമുക്ക് റിസ്ക്, വീടും ഭക്ഷണങ്ങളും നമ്മുടെ വസ്ത്രങ്ങളും ജീവിത സൗകര്യങ്ങളും പിന്നീട് നിങ്ങളെ സൃഷ്ടിച്ച് വളർന്ന് വന്നതിൻ്റെ ശേഷം നിങ്ങൾക്ക് റിസ്ക് നൽകി. സുമ്മയുമീത്തുക്കും, പിന്നെ നിങ്ങളെ മരിപ്പിക്കും. സുമ്മയുഹീക്കും, വീണ്ടും പിന്നീട് നിങ്ങളെ അവൻ ജീവിപ്പിക്കും. അപ്പോൾ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം നിങ്ങളെ സൃഷ്ടാവല്ലയാണ്, നിങ്ങളെ അന്നദാതാവല്ലയാണ്, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അല്ലയാണ്. ഹൽ മിൻ ശുറകാഇക്കും, നിങ്ങളുടെ പങ്കുകാരിൽ ആരെങ്കിലും ഉണ്ടോ? മൻ യഫ്അലു മിൻ ദാലികും മിൻ ഷൈഇ, ഇപ്പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നവൻ? നിങ്ങൾ സൃഷ്ടിച്ചവൻ പങ്കുകാരാണോ? അല്ലല്ലോ. നിങ്ങളെ പങ്കുകാരായി നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ഈ ബിംബങ്ങളോ അല്ലെങ്കിൽ ഈ ദേവീ ദേവന്മാരോ അല്ലെങ്കിൽ മഹാന്മാരോ ഔലിയാക്കളോ സാലിഹീങ്ങളോ അവരാണോ നിങ്ങളെ സൃഷ്ടിച്ചത്? ഹൽ മിൻ ശുറകാഇക്കും മൻ യഫ്അലു മിൻ ദാലികും മിൻ ഷൈഇൻ, നിങ്ങളുടെ ശുറക്കാകളിലുണ്ട്. ശരീക്ക് എന്ന് പറഞ്ഞാൽ പങ്കുകാരൻ, അതിൽ നിന്നാണ് ശിർക്ക്, പങ്ക്. അപ്പം നിങ്ങളുടെ പങ്കുകാരിൽ ആരെങ്കിലും ഉണ്ടോ? മൻ യഫ്അലു മിൻ ദാലികും, നിങ്ങളോടിപ്പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും ചെയ്യുന്നവൻ, മിൻ ഷൈഇൻ, വല്ലതും ചെയ്തു തരുന്നവനുണ്ടോ? സൃഷ്ടിക്കുക, പിന്നെ റിസ്ക് നൽകുക, മരിപ്പിക്കുക, ജീവിപ്പിക്കുക, ഇതൊക്കെ വല്ലതും ചെയ്യുന്നവൻ നിങ്ങളുടെ ഈ പങ്കുകാരിൽ ആരെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. അള്ളാഹ് അതിന് മറുപടി അതിലുണ്ട്. എന്നിട്ട് സുബ്ഹാനഹു, ആ അള്ളാഹു വിശുദ്ധനാണ്. അതായത് പങ്കുകാർക്കൊന്നും ഈ തരം കഴിവുകൾ കൊടുത്തിട്ടില്ല. വതആല, അവൻ എത്രയോ ഉയർന്നവനാണ്. അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നതിൽ നിന്നും എത്രയോ അതീതനാണ്, എത്രയോ ഉന്നതനാണ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, ലഹറ എന്നാൽ വെളിപ്പെട്ട് കഴിഞ്ഞു.
അൽ ഫസാദു നാശം, അതാണ് ഫസാദ് എന്ന് പറയുന്നത് ഒരു പൊതുവാക്കാണ്. എല്ലാ വസ്തുവിൻ്റെയും അപക്രമീകരണം, അപജയം എന്നൊക്കെ പറയാലോ. ഏതൊരു കാര്യവും എങ്ങനെയാണോ നടക്കേണ്ടത് ആ നടക്കുന്ന കാര്യത്തിലുള്ള അപജയമാണ് ഫസാദ് എന്ന് പറയുന്നത്. ഒക്കെ ഫസാദായി ആ വെള്ളം, അത് ഫസാദായ വെള്ളം മാഉൻ ഫാസിദ് എന്ന് പറഞ്ഞാൽ എന്താ? അത് കുടിക്കാൻ പറ്റൂല. അതുപോലെ തന്നെ നാട്ടിലിപ്പോൾ ഫസാദാണെന്ന് പറഞ്ഞാൽ അവിടെ തല്ലുംപൊടിയാണ്. അപ്പോൾ ഫസാദ് എന്ന് പറയുന്നത് ഒരു വസ്തു എങ്ങനെ ഉണ്ടാവേണമോ അതിൻ്റെ ക്രമം തെറ്റിക്കൊണ്ടുള്ള ഒരവസ്ഥ. ലഹറൽ ഫസാദു, അങ്ങനെയുള്ള അപക്രമീകരണം അല്ലെങ്കിൽ അപജയം പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. ഫിൽ ബർരി, കരയിലും, വൽ ബഹർ, കടലിലും. അതായത് ആകെ മനുഷ്യൻ്റെ ഈ ഭൂമി അതാണല്ലോ, ഒന്നുകിൽ കര ഒന്നുകിൽ കടല്. അവിടെയൊക്കെ മനുഷ്യൻ്റെ ആവാസമുണ്ട്. അവിടെയൊക്കെ അപക്രമീകരണമുണ്ട് അല്ലെങ്കിൽ ഫസാദുണ്ട്. എന്താ കാരണം? ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യരുടെ കൈകൾ പ്രവർത്തിച്ചത് കാരണത്താൽ. അപ്പം ഭൂമിയിൽ മനുഷ്യപ്രവർത്തനത്തിൻ്റെ ഫലമായി മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ നേർക്കുനേരെ ചെയ്യാത്തത് കാരണത്താൽ എല്ലാ സ്ഥലത്തും ഫസാദ് പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. അല്ലാഹു തആല ഈ ഫസാദിനെ പറ്റി പറഞ്ഞെടുത്ത് കാണാം. അത് എന്താണ്? എല്ലാം ഇപ്പോൾ ഒന്നാമത് ശിർക്ക്. ഏറ്റവും വലിയ ഫസാദ്, അപക്രമീകരണം എന്ന് പറയുന്നത് ശിർക്കാണ്. ഇന്ന ശിർക ലളുൽമുൽ അളീം, ഏറ്റവും വലിയ അക്രമം, ക്രമം തെറ്റി ജീവിതം എന്ന് പറയുന്നത് ശിർക്കാണ്. അതന്നെ കാരണം സൃഷ്ടാവിനെ ആദരിച്ച് ആ സൃഷ്ടാവിനെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഒരു ക്രമം എന്ന് പറയുന്നത്. ആരാണോ സൃഷ്ടാവ് ആ സൃഷ്ടാവിന് കീഴൊതുങ്ങാം. അവിടെ തന്നെ മനുഷ്യൻ തെറ്റിപ്പോയി വിശ്വാസ കാര്യത്തിൽ. അതൊന്ന്. പിന്നീട് എല്ലാ രംഗത്തുമുള്ള ഫസാദ്, രോഗങ്ങൾ. ഖുർആൻ വ്യാഖ്യാതാക്കൾ ഫസാദിനെ പലരും പല രൂപത്തിലുമായിട്ട് വ്യാഖ്യാനിച്ചത് കാണാം. ഫസാദ് എന്ന് പറഞ്ഞാൽ ഒന്ന് ലുൽമായിട്ട് കാണാം. തഅദ്ദി ഹുദൂദുള്ള, അള്ളാഹുവിൻ്റെ പരിധിയെ അതിക്രമിച്ച് കടന്നുകൊണ്ടുള്ള ജീവിത രീതികൾ. അതുപോലെ തന്നെ മിക്കിയാൽ മീസാൻ, അളവിലും തൂക്കത്തിലുമുള്ള കുറവ് വരുത്തിക്കൊണ്ട് നാശമുണ്ടാക്കുന്നതിന് ഖുർആൻ ഫസാദ് എന്ന് ഖുർആനിലും ഹദീസിലും കാണാം. അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ കൊടുക്കാതെ അർഹന്മാരായ ആളുകൾക്ക് അവർക്ക് അർഹപ്പെട്ട സമ്പത്ത് കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന ധനികന്മാരെ മുഫ്സിദീങ്ങൾ എന്ന് പറഞ്ഞത് കാണാം. ഫസാദ് ഉണ്ടാക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞത് കാണാം. അള്ളാഹുവിൻ്റെ കൽപ്പനക്കനുസരിച്ച് വിധി നടത്താത്ത ആളുകളെ ആളിനെ പറ്റി ഫസാദ് എന്ന് പറയാം. അതുപോലെ തന്നെ അള്ളാഹുവിനെ പറ്റിയുള്ള ബോധത്തിൽ നിന്ന് മനുഷ്യനെ മറപ്പിക്കുന്ന കളികൾ, തമാശകൾ, ലഹരി വസ്തുക്കൾ, അതുപോലെ തന്നെ പാട്ടുകൾ, മ്യൂസിക്കുകൾ, അതിനെപ്പറ്റി ഫസാദ് എന്ന് കാണാം. മനുഷ്യനോട് അല്ലാഹു തആല ഔറത്ത് മറച്ച് ജീവിക്കാൻ വേണ്ടി കൽപ്പിച്ചു. അതിന് വിരുദ്ധമായി സ്ത്രീകൾ അവരുടെ നഗ്നത പ്രദർശിപ്പിക്കുന്നത്, പുരുഷന്മാർക്കിടയിലും സ്ത്രീകൾക്കിടയിലും വരുന്ന വ്യഭിചാരം, തോന്നിവാസങ്ങൾ, ഇതിനെപ്പറ്റി ഫസാദ് എന്ന് കാണാം. അപ്പോൾ ഫസാദ് എന്ന് പറയുന്ന എല്ലാ തിന്മകളും, അതാണ് അപജയം, അപക്രമീകരണം. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരോഗങ്ങൾ, വബാ, വലിയ വലിയ മഹാരോഗങ്ങൾ, അത് ഫസാദ് എന്ന് ഖുർആനിലും ഹദീസിലും കാണാം. ജനങ്ങൾ തമ്മിലുള്ള ഹർജ്, കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, പരസ്പരം അക്രമങ്ങൾ, കൊന്നും നശിച്ചും കാണുന്ന അക്രമങ്ങൾ. അതുപോലെ കരയിൽ മനുഷ്യൻ്റെ മണ്ണും പരിസ്ഥിതികളും നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അത് ഫസാദായിട്ട് കാണാം. കടലിലെ ജീവികൾ, മത്സ്യങ്ങൾക്കും വെള്ളത്തിനും നാശനഷ്ടം വരുത്തുന്നത്, കടലിൽ സ്വച്ഛന്തമായി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥക്ക് ഫസാദ് എന്ന് കാണാം. അതുപോലെ ഈ അന്തരീക്ഷ മലിനീകരണം, അതൊക്കെ മുഫസ്സിറുകൾ ഈ ഫസാദിൻ്റെ കൂട്ടത്തിൽ പെടുത്തിയിട്ടുണ്ട്. ഒക്കെ ഫസാദാണ്. ഒരു ക്രമം അല്ലാഹു തആല വസമാ റഫഅഹുൽ മീസാൻ, ഈ പ്രപഞ്ചത്തിന് ഒരു മീസാൻ, ഒരു സന്തുലനാവസ്ഥയുണ്ട്. ഈ സന്തുലനാവസ്ഥയെ തകർക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഫസാദായിട്ടാണ് മുഫസ്സിറുകൾ വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെയുള്ള ഫസാദ് എല്ലാ മേഖലകളിലും പ്രത്യക്ഷപ്പെട്ടു. എന്ത് കാരണത്താൽ? ബിമാ കസബത്ത് ഐദിന്നാസ്. ഈ ഫസാദുകളൊക്കെ പിന്നിൽ നമുക്ക് നോക്കിയാൽ കാണാം മനുഷ്യർ ചെയ്ത തെറ്റുകളാണ്.
മനുഷ്യൻ്റെ കൈകൾ പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞാൽ മനുഷ്യന് തന്നെ കൽപ്പിച്ചു കൂട്ടി ചെയ്തത് എന്നർത്ഥം. എൻ്റെ കൈ കൊണ്ടാണ് എന്നെ അടിച്ചത് എന്ന് പറഞ്ഞാൽ എന്താ, എന്നെ ബോധപൂർവം തച്ചത് തന്നെയാണ് എന്നുള്ളതിൻ്റെ അർത്ഥം. അതാണ് മനുഷ്യൻ്റെ കൈകൾ എന്ന് പറഞ്ഞാൽ കരുതി കൂട്ടി സമ്പത്ത് കൂട്ടാൻ വേണ്ടി മണ്ണിനെ മലിനമാക്കി, കടൽ മലിനമാക്കി, തൻ്റെ കാര്യങ്ങൾ നേടാൻ വേണ്ടി കലഹങ്ങളുണ്ടാക്കി, അടിപിടി ഉണ്ടാക്കി, നാശനഷ്ടങ്ങളുണ്ടാക്കി. പഠിച്ചവനെ മാത്രം ആരാധിക്കുന്നതിന് പകരം പുരോഹിതന്മാർ ശിർക്കുകൾ പ്രചരിപ്പിച്ചു, കരുതിക്കൂട്ടിയാണ്. അതൊക്കെ ഫസാദാണ്. അത് ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യൻ്റെ കയ്യ് പ്രവർത്തിച്ചത് കാരണത്താൽ. എന്തിനാണ് അതിൻ്റെ അന്തിമ ഫലം? അങ്ങനെയൊക്കെ നാട്ടിൽ ഫസാദ് ഉണ്ടായതിൻ്റെ ഫലം എന്താണ്? ലിയുദീഖഹും, അവർക്ക് തന്നെ ആസ്വദിപ്പിക്കാൻ വേണ്ടി, ബഅദല്ലദീ അമിലു, അവർ പ്രവർത്തിച്ചതിൽ ചിലതിൻ്റെ ഗുണദോഷങ്ങൾ. അപ്പം നമ്മൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കിയതിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കുന്നുണ്ട്. നാട്ടിൽ കലഹമാണ്, നാട്ടിൽ പ്രശ്നങ്ങളാണ്, മണ്ണിൽ കൃഷി ഉണ്ടാകുന്നില്ല, ക്ഷാമമാണ്, കൃത്യമായി മഴ കിട്ടുന്നില്ല, കടൽ വിഭവങ്ങൾ നമുക്ക് കഴിയുന്നില്ല, മനുഷ്യരിൽ ഷിർക്ക് വർദ്ധിച്ചത് കൊണ്ട് അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്ത നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ പല കാരണങ്ങളാലും അതിൻ്റെ ഈ ഫസാദിൻ്റെ ബഅദല്ലദീ അമിലു, അവർ പ്രവർത്തിച്ചതിൻ്റെ ചില കാര്യങ്ങൾ ലിയുദീഖഹും, മനുഷ്യരെ തന്നെ അള്ളാഹു തആല ആസ്വദിപ്പിക്കുകയാണ്. എന്നാൽ ബാക്കിയുള്ളതോ പരലോകത്ത് അള്ളാഹു തആല നമുക്ക് തരും. അപ്പം നമ്മൾ ചെയ്തതിൻ്റെ, നമ്മളെ കൈകൊണ്ട് ചെയ്തതിൻ്റെ വാളാടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞ പോലെ ഫസാദ് ഉണ്ടാക്കിയ കൈകൾക്ക് തന്നെയാണ് ആ ഫസാദിൻ്റെ ദോഷം. അതാ ലിയുദീഖഹും ബഅദല്ലദീ അമിലു, അവർ പ്രവർത്തിച്ചതിൽ ചിലതിൻ്റെ ദോഷം അവരെ തന്നെ ആസ്വദിപ്പിക്കാൻ വേണ്ടി, ലഅല്ലഹും യർജിഊൻ, അങ്ങനെ സ്വയം തിരിച്ചറിഞ്ഞ് ഞങ്ങളെക്കൊണ്ട് തന്നെയാണ് ഈ രോഗങ്ങൾ ഉണ്ടായത്, ഞങ്ങളെക്കൊണ്ട് തന്നെയാണ് ഈ മലിനീകരണം ഉണ്ടായത്, ഞങ്ങളെക്കൊണ്ട് തന്നെയാണ് ഈ കാലാവസ്ഥ മോശമുണ്ടാകുന്നത്, അതുകൊണ്ട് ഞങ്ങൾ മാറ്റണം, ഞങ്ങൾ മാറി ചിന്തിക്കണം. അതാ ലഅല്ലഹും യർജിഊൻ, അവർ അതിൽ നിന്ന് മടങ്ങാൻ വേണ്ടി, അവർ ചെയ്യുന്ന തെറ്റിൽ നിന്ന് മടങ്ങാൻ വേണ്ടി അവർക്ക് തന്നെ അതിൻ്റെ ദുരന്തം ആസ്വദിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല ഈ ഫസാദുകളെ നമുക്ക് കാണിച്ചു തന്നു. എന്നിട്ട് അടുത്ത ആയത്ത് പറയുന്നത്, നിങ്ങൾ ഭൂമിയിലൊന്ന് സഞ്ചരിച്ചു നോക്കി, ഇതൊക്കെ അവരവർ ചെയ്ത ദുരന്തമായിരുന്നു എന്നാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അല്ലാഹു തആല ഇത്തരം ഫസാദുകളിൽ നിന്ന് നമുക്ക് കാവൽ നൽകുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.